ഹായ്, ഇന്ന് നമുക്കൊരു ക്ലീനിങ് വീഡിയോ ആയല്ലോ. അപ്പോൾ അലമാരക്കകത്തിരിക്കുന്നതെല്ലാം പുറത്തേക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ. അത് നമ്മുടെ പഴയ പിക്ചറും പുതിയ പിക്ചറാണ് കേട്ടോ. ചെറിയ മോളുള്ള സമയത്തും അവന് ഇല്ലാത്ത സമയത്തുള്ള പിക്ചറാണേ. അത് കുറേ ആയിട്ട് ഫ്രെയിം ചെയ്യണമെന്ന് കരുതിയിട്ടുണ്ട്, പക്ഷെ ഇതുവരെ കൂടിയിട്ടില്ല. അപ്പോൾ ഇതാ അകത്തുള്ളത് പുറത്തേക്ക് വലിച്ചിടാൻ നല്ല എളുപ്പമാണ്, പക്ഷെ പുറത്തുള്ളത് അകത്തേക്ക് എടുത്തിടാൻ നല്ല പ്രയാസമാണ്. ഇതൊക്കെ വലിയ മോൻ്റെ കളക്ഷനാണ് കേട്ടോ. ആ സെഡും കുപ്പിയും കീ ചെയിന് വാച്ച് ഇതൊക്കെ അവൻ്റെ കളക്ഷനാണ്. ഇങ്ങനെയൊക്കെ ഒരു ഇഷ്ടങ്ങളാണ് കേട്ടോ അവൻ്റേത്. ഒരു സാധനം കളയാനേക്കുള്ളൂ. പിന്നെ അതാ ഈ പൈസ ഞാൻ അപ്പോഴാട്ടോ കാണുന്നത്. കുറേ ആയിട്ട് ഞാൻ അത് മറന്നു വയ്ക്കട്ടെ. എൻ്റെ ഇടയിൽ ക്രീം വന്നപ്പോൾ ക്രീം അല്ലെങ്കിൽ പൈസ തന്നെ ഞാൻ തന്നെ ഇട്ടത് എനിക്ക് ഓർമ്മയില്ലായിരുന്നു. അതിലിതാ എപ്പോഴേലൊക്കെ മക്കൾ സ്കൂൾക്ക് പോകുന്ന സമയത്ത് മിഠായിക്ക് പൈസയൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ എന്നിട്ട് എടുത്ത് കൊടുത്തിരുന്നത്. പിന്നെ അതൊക്കെ സെഡും കുപ്പിയാണ് കേട്ടോ. പിന്നെ ഒരുപാടുണ്ടായിരുന്നു, ഒക്കെ എടുത്ത് ഞാൻ വലിച്ചെറിഞ്ഞതാണ്. അപ്പോൾ ആവശ്യമുള്ളത് മാത്രം മതിയല്ലോ. പിന്നെ കുറച്ച് കൂളിംഗ് ഗ്ലാസ്സൊക്കെ ഉണ്ട്, അതൊക്കെ അവിടെ തന്നെ കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി ക്ലീൻ ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഈ ക്ലീൻ ചെയ്യുക എന്നുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പണിയാണ് കേട്ടോ. ഇങ്ങനെ അടുക്കി പൊറുക്കി മടക്കി എടുത്തൊക്കെ അതൊക്കെ. പക്ഷേ എന്താ പറയുക, കുറച്ച് പെട്ടെന്ന് കഴിയണം. കുറേ ഇങ്ങനെ ആകുമ്പം ചടപ്പ് വരലെടുത്തു കേട്ടോ. പിന്നെ വാച്ചുകൾ ഇതൊക്കെ ഓരോന്നാക്കി ഓരോ ബോക്സിലാക്കി വെക്കുന്നുണ്ട്. പിന്നെ കുറച്ച് വാച്ചൊക്കെ പുറത്തേക്ക് പോയിട്ടുണ്ട് കേട്ടോ. ഒരു സ്കൂൾക്ക് പോയപ്പോൾ ഇട്ട് പോയതുണ്ട്. പിന്നെ ഇതൊന്നും സ്വർണ്ണമൊന്നുമല്ല, നമ്മളെ റോൾഡ് ഗോൾഡ് കേട്ടോ. സ്വർണ്ണമൊക്കെ വീട്ടിൽ വെക്കണമെന്ന് അത്ര സേഫല്ല, പിന്നെ വെക്കാൻ മാത്രം കയ്യിലൊന്നും ഇല്ലേനും. പിന്നെ എന്താ ഏറ്റവും വലിയ രസം എന്താ പറയുക, ഒക്കെ എടുത്ത് വെക്കും. അതുപോലെ ചെറിയ ചിലപ്പോൾ മുട്ടുസൂചി അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും എടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും. പക്ഷെ അതൊക്കെ വലിച്ചിട്ടിട്ട് എവിടെ വെച്ചെന്ന് പിന്നെ എനിക്ക് ഓർമ്മ ഉണ്ടാവില്ല. അപ്പോൾ എന്തെങ്കിലും ഒക്കെ വലിച്ചിട്ടിട്ട് തിരഞ്ഞ് വീണ്ടും അങ്ങനെ ഇങ്ങനെയൊക്കെ വെക്കും കേട്ടോ. വെക്കുന്ന സമയത്ത് ഒരു കുപ്പി അങ്ങോട്ടോ ഇങ്ങോട്ടോ ചെരിയാനോ അല്ലെങ്കിൽ മുൻഭാഷം അങ്ങോട്ട് തിരിഞ്ഞിക്കാനൊന്നും പാടില്ല. അതൊക്കെ കറക്റ്റ് തന്നെ വരണം വെക്കണ സമയങ്ങളിൽ കേട്ടോ. പിന്നെ എന്തെങ്കിലും ആവശ്യത്തിന് എടുക്കുന്ന സമയത്ത് അതാ നിയമമൊക്കെ ഒഴിവാക്കിയിട്ട് എൻ്റേതായിട്ടുള്ള നിയമം കൊണ്ടുവരും. പിന്നെ അത് അപ്പുറത്ത് നോക്കിയപ്പോൾ തുണികളും ഇതേപോലെ നിൽക്കണം, അങ്ങനെ ഇങ്ങനെയൊക്കെ. പിന്നെ അതുകൂടി നിർത്തിടാം. അപ്പോൾ അതാ തുണികളൊക്കെ ഓരോന്നെടുത്ത് നല്ല വൃത്തിയിൽ മടക്കിക്കിടുന്നുണ്ട്. ഇതുപോലെ തന്നെ നമ്മൾ എവിടേക്കെങ്കിലും പോകുന്ന സമയത്ത് ചിലപ്പോൾ ഏതിൻ്റെയിലൊക്കെ ഷാള് അങ്ങനെ നിൽക്കുക അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കിടക്കുമല്ലോ. അപ്പോൾ എന്ത് ചെയ്യും, അതൊക്കെ അതിൻ്റെ ഉള്ളിൽ തന്നെ ആക്കി വെക്കുന്നുണ്ട്. പിന്നെ ഇനി ഇതിനൊന്നും എടുത്ത് കഴിഞ്ഞാൽ രണ്ടാം വട്ടം മടക്കിയൊക്കെ ചിലപ്പോൾ മടി പിടിച്ച് നിൽക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ചടച്ച് നിൽക്കുന്ന സമയത്തൊക്കെ കയറും. അപ്പോൾ എന്ത് ചെയ്യും, ഷാൾ അവിടെയും പാൻറ്റും ഇവിടെയൊക്കെ ഇട്ടൊക്കെ മടക്കി വെക്കും കേട്ടോ. അപ്പോൾ അതൊക്കെ അതിൻ്റെ ഉള്ളിൽ തന്നെ ആക്കി വെക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, എനിക്കിഷ്ടമുള്ള പണിയൊക്കെ തന്നെയാണ്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, എപ്പോഴും നമ്മൾ ഇഷ്ടപ്പെട്ടുകൊണ്ടൊന്നുമില്ലല്ലോ ഇങ്ങനത്തെ പണികളൊക്കെ. അപ്പോൾ അതാ ഓരോന്ന് സൈഡ് ഓപ്പൺ ഉള്ളത് വേറെയും സൈഡ് ഓപ്പൺ ഇല്ലാത്തത് വേറെയും അങ്ങനെയൊക്കെ തരംതിരിച്ചൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരുപാട് വർഷം മുന്നേ പഴക്കമുള്ളതും പഴക്കമില്ലാത്തതുമായിട്ടുള്ള എല്ലാ ടൈപ്പും എൻ്റെ കയ്യിലുണ്ട്. കളയാൻ തോന്നില്ല, എന്നാൽ കളയാനാണ് നല്ല ചുരിദാർ ഇക്കാരം, എന്നാൽ ഒഴിവാക്കാനും തോന്നില്ല. ഇന്നിടാനായിട്ട് വീട്ടിൽ നിന്ന് ഇടാനും പറ്റുന്നില്ല, അങ്ങനത്തെയൊക്കെ ചുരിദാറുകളായിരിക്കും കേട്ടോ. നമ്മൾ ഈ സൈഡ് ഓപ്പണൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് ഇട്ടെടുക്കുമ്പോൾ കംഫർട്ടായി തോന്നുക. ഈ ഉടുപ്പ് പോലത്തതൊക്കെ ഇട്ടെടുക്കുമ്പോൾ എന്തോ ഒരു ഇടങ്ങാറാണല്ലോ. അപ്പം അങ്ങനത്തെ ചുരിദാറുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് വേറെയും ഇങ്ങനെ നല്ല ഇടുന്നത് വേറെ അങ്ങനെയൊക്കെ മാറ്റി വെക്കണേ. പിന്നെ അപ്പുറത്തുള്ള സെക്ഷൻ ഇതുപോലെ തന്നെ കുട്ടികളുടെയൊക്കെയാണ് കേട്ടോ. നല്ല പുതിയ ഡ്രസ്സൊക്കെ അവിടെ കൊണ്ടുവന്നേക്കൽ. പിന്നെ നിസ്കാര കുപ്പായൊക്കെ ഞാൻ നോമ്പിന് ഒക്കെ ഉള്ളതൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ യൂസ് ചെയ്യാൻ പുറത്തേക്ക് ഒന്ന് വെച്ചിട്ട് ബാക്കിയുള്ളതൊക്കെ നല്ല വൃത്തിയിൽ മടക്കി ഒരു തുണിയിൽ കെട്ടിപ്പൊയിഞ്ഞ് വെക്കുക കേട്ടോ. അല്ലെങ്കിൽ അതിൽ പൊടിയോ ചളിയോ എന്തെങ്കിലും പിടിക്കണ്ടെന്ന് കരുതിയിട്ട് ഇങ്ങനെ കേട്ടോ സേഫാക്കി വെക്കൽ. പിന്നെ കുട്ടികളെ പാൻറ്റ് അതും നല്ല പുതിയതൊക്കെ കേട്ടോ, അത് മാത്രമേ ഇതിനകത്ത് വെക്കുള്ളൂ. മറ്റേതൊക്കെ അവർക്ക് സ്കൂൾക്ക് മദ്രസക്ക് ഇടാൻ വേണ്ടിയിട്ട് ഓല റൂമൊക്കെ കൊണ്ടു വെച്ചിട്ടുണ്ട്. പിന്നെ കുട്ടികളതൊന്നും എടുത്ത് വെക്കാൻ പറ്റില്ല, എത്ര പെട്ടെന്നാണ് അതൊക്കെ വലുതാവുന്നത്. കുട്ടികൾ വലുതാവുകയും ചെയ്യുന്നുണ്ട്, ഡ്രസ്സാണ് പെട്ടെന്ന് ചെറുതായി പോകും. ഇങ്ങോട്ട് കളയാനും പറ്റില്ല, നല്ല ഡ്രസ്സുകളായിരിക്കും. അപ്പം വെറുതെ എന്തിനാ അവരിടട്ടെ, അവരിട്ടിട്ട് ബാക്കിയുണ്ടെങ്കിൽ മതി എന്നുള്ള ഒരു തീരുമാനത്തിലാട്ടോ ഞാൻ ഒരു സാധനം അങ്ങനെ എടുത്ത് വെക്കാറില്ല, ഒക്കെ ഇടാൻ കൊടുക്കും. ഞാനും അങ്ങനെ തന്നെയാണ്, ഒരു സാധനം എടുത്ത് വെക്കലില്ല, ഞാനും ഇടലുണ്ട് കേട്ടോ. പിന്നെ ഈ സെക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫയലും പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ വെക്കാനുള്ളതാണ്. അപ്പോൾ അതും അടുക്കി പൊറുക്കി വെക്കുന്നുണ്ട്. ഇങ്ങനെ കാണുന്ന സമയത്ത് വീഡിയോ കുറച്ച് നേരം ഉള്ളെങ്കിലും ഒരുപാട് മണിക്കൂർ നേരത്തെ പരിശ്രമമാണ്. അപ്പോൾ നമ്മളെ വീഡിയോ ആരെങ്കിലും ഫസ്റ്റ് കാണുമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്യാനും ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അപ്പം വീണ്ടും നല്ല നല്ല വീഡിയോസുമായി ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വീണ്ടും വരാം. അതുവരെ എല്ലാവരോടും നന്ദി, നമസ്കാരം, താങ്ക് യു, ബൈ.